മിസ്സിംഗ് യു ഹർലൻ കോബൻ രചിച്ച് നിമർ റഷദ്, ഇഷർ സഹോദ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത് റോസലിൻഡ് എലീസർ പ്രധാന വേഷത്തിൽ വന്ന ഈ ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. ഇത് ഡിറ്റക്റ്റീവ് കാറ്റ് ഡൊണാവാന്റെ കഥയാണ്. അവളൊരു മിസ്സിംഗ് കേസ് അന്വേഷിക്കുകയാണ്. പക്ഷേ അത് അവളുടെ പാസ്റ്റ് ലൈഫുമായിട്ട് തന്നെ കണക്റ്റഡ് ആയിരുന്നു. അത് അവൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയോ എന്നുള്ളതാണ് ഇതിന്റെ കഥ. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക എന്നതിലാണ് നമ്മുടെ ഉള്ളിലെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ താക്കോലിരിക്കുന്നതെന്നാണ് ഈ സീരീസ് പറഞ്ഞു വെക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന, ഒട്ടും ബോറടിപ്പിക്കാത്ത, എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് ആണിത്. നല്ല ത്രില്ലിംഗുമാണ്. നമ്മളിങ്ങനെ ഗസ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ കഥ ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന്. അതുപോലെ തന്നെ ചില ട്വിസ്റ്റുകളൊക്കെ കുറച്ച് ക്ലീഷേ ബ്രേക്കിംഗും ആയിരുന്നു. അത് കൊള്ളാം. ഹർലൻ കോബന്റെ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് ആണിത്. പുള്ളിയെ അറിയാവുന്നവർക്കറിയാം, നല്ല കിടുക്കാച്ചി ത്രില്ലർ നോവലുകൾ എഴുതുന്ന റൈറ്ററാണ്. ഞാൻ പുള്ളിയുടെ നോവലൊന്നും വായിച്ചിട്ടില്ല, പക്ഷെ ചില നോവലുകളുടെ സീരീസ് അഡാപ്റ്റേഷനുകൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് നോവലുകൾ സീരീസ് ആക്കിയിട്ടുണ്ട്. എല്ലാം ഫേമസ് ആണ്. സ്ട്രേഞ്ചർ, സേഫ്, സ്റ്റേ ക്ലോസ്, ഫൂൾ മീ വൺസ്, എന്തിനാ സ്പാനിഷ് ത്രില്ലറുടെ തമ്പുരാനായ ഓറിയൽ പോളോ പോലും പുള്ളിയുടെ നോവല് സീരീസ് ആക്കിയിട്ടുണ്ട്, ദ ഇന്നസെന്റ്. ഇത് പുള്ളിയുടെ കഥയാണെന്ന് ഞാൻ താമസിച്ചാണ് അറിഞ്ഞത്. അപ്പൊ തന്നെ ഓടിപ്പോയി കാണുമായിരുന്നു. സോ എനിക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഹർലൻ കോബന്റെ കഥകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ട്വിസ്റ്റുകൾ കഥയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിലും അത് വ്യത്യസ്തമല്ല. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സും ഉണ്ടാവും. എല്ലാവർക്കും നല്ല പ്രാധാന്യവും ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ സീക്രട്സ്, ഓരോ സ്റ്റോറി, അങ്ങനെ പോകും. ഇതിലും അതുപോലെ തന്നെ വളരെ നല്ല ക്യാരക്ടർ ഡിസൈൻ കാണാൻ പറ്റും. ഇതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ തീർച്ചയായിട്ടും നായിക റോസലിൻഡ് അവതരിപ്പിച്ച കാറ്റ് ഡൊണാവാൻ, പിന്നെ മേരി മലോൺ ചെയ്ത അക്വ എന്ന ക്യാരക്ടർ, അഷ്ലി വാൾട്ടേഴ്സ് അവതരിപ്പിച്ച ജോഷ്, ഓസ്കാർ കെന്നഡിയുടെ ബ്രെൻഡൻ, പിന്നെ ബ്രെൻഡന്റെ അമ്മ, ഇവരെയൊക്കെയാണ്. എല്ലാവരും നല്ല ഡീസന്റ് ആയിട്ടുള്ള പെർഫോമൻസും ആയിരുന്നു. ടെക്നിക്കൽ സൈഡിലും നൈസ് ആണ്. ഇതിന്റെ ക്യാമറ, ലൊക്കേഷൻ എന്നിവ ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അതുപോലെ എഡിറ്റിംഗും പ്രൊഡക്ഷൻ ക്വാളിറ്റിയും മികച്ചതാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു സ്പെഷ്യൽ മിസ്റ്ററി ബിജിഎം ഉണ്ട്. സാധാരണ ഈ ഇന്ത്യൻ പടങ്ങളിലൊക്കെ കേൾക്കുന്ന പോലെയുള്ള ഒരു സാധനമാണ് ഉപയോഗിച്ചേക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം നിങ്ങളത് കാണുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ട്വിസ്റ്റ് എന്നൊക്കെ കേട്ടിട്ട് ദ ഇന്നസെന്റ് ഒക്കെ പോലെ അടാറ് സംഭവം ഒന്നും പ്രതീക്ഷിച്ച പോലെ അത്രയ്ക്കൊന്നുമില്ല. ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാതെ ഇത് കാണുന്നതായിരിക്കും ബെറ്റർ. കണ്ടു കഴിഞ്ഞ് കുറേയധികം ലൂപ്പ് ഹോൾസും കുറച്ച് ചില്ലറ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. വേണമെങ്കിൽ ചില ക്യാരക്ടേഴ്സിന് കുറച്ചുകൂടി ഡെപ്ത് കൊടുക്കാമായിരുന്നു എന്നൊക്കെ ഫീൽ ചെയ്യും. സ്റ്റിൽ ഇതൊരു ഡീസന്റ് മിസ്റ്ററി ത്രില്ലർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഈ സീരീസ്. ബട്ട് ഹാർലൻ കോബന്റെ മറ്റു വർക്കുകൾ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് എത്തിയിട്ടുമില്ല. എന്തൊക്കെയോ കുറച്ച് മിസ്സിംഗ് ആണെന്ന് പറയാം. സ്റ്റിൽ ഒരു ഡീസന്റ് വാച്ച് ആണിത്. നെറ്റ്ഫ്ലിക്സിലാണ് സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ലിമിറ്റഡ് സീരീസ് ആണ്. അതായത് കഥ ഫുള്ള് ഈ സീസണിൽ തന്നെ തീരുന്നുണ്ട്. ആകെ 5 എപ്പിസോഡേ ഉള്ളൂ. 40-45 മിനിറ്റ് ഓരോ എപ്പിസോഡിന് നീളം വരുന്നുള്ളൂ. സോ ഒരു 3-3.5 മണിക്കൂറുള്ള ഒരു സിനിമ കാണുന്ന പോലെ പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാനും പറ്റും. ചെറിയ ചില വയലൻസ് ഉണ്ട്, അല്ലാതെ 18+ ഒന്നുമല്ല സീരീസ്. ഇംഗ്ലീഷിനൊപ്പം ഹിന്ദി ഡബിംഗ് അവൈലബിൾ ആണ്. തമിഴ്, മലയാളം ഡബിംഗ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി എന്നാൽ.